ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികാഘോഷങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. വർത്തമാനകാലത്തെ ആത്മവിശ്വാസത്തിന്റെ പ്രതീകമാണ് വന്ദേ മാതരമെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തെരുവ് നായകൾ പ്രവേശിക്കാതിരിക്കാൻ കർശന നടപടി സ്വീകരിക്കണമെന്ന് സുപ്രീംകോടതി. എറണാകുളം, ബംഗളൂരു ഉൾപ്പെടെ 4 പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന് പാലക്കാട് തുടക്കമായി. ട്രെയിനുകളിൽ സ്ത്രീ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഓപ്പറേഷൻ രക്ഷിത ഊർജിതമാക്കി കേരള പോലീസ്. സംസ്ഥാനത്ത് നാളെ മുതൽ വ്യാപക മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. ദേശീയ ഗീതമായ വന്ദേ മാതരം വർത്തമാനകാലത്തെ ആത്മവിശ്വാസത്തിന്റെ പ്രതീകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് 1 വർഷം നീളുന്ന ആഘോഷ പരിപാടി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. वंदे मातरम एक शब्द, एक मंत्र है, एक ऊर्जा है, एक स्वप्न है, एक संकल्प है. वंदे मातरम ये एक शब्द हमें इतिहास में ले जाता है. ये हमारे आत्मविश्वास को, हमारे वर्तमान को आत्मविश्वास से भर देता है. വന്ദേ മാതരത്തിന്റെ സ്മരണിക സ്റ്റാമ്പും നാണയവും പ്രധാനമന്ത്രി ചടങ്ങിൽ പുറത്തിറക്കി. പൌരന്മാർക്ക് ദേശീയ ഗീതം ആലപിക്കുന്നതിന്റെ വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് സർട്ടിഫിക്കറ്റ് നേടാൻ സാധിക്കുന്ന പോർട്ടലും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തും വിപുലമായ പരിപാടികളോടെ വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികാഘോഷങ്ങൾ നടന്നു. പൊതുസ്ഥലങ്ങളിലും കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലും വന്ദേ മാതരം കൂട്ടത്തോടെ ആലപിച്ചു. ബിജെപിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാനതല പരിപാടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിലും കണ്ണൂർ PM ശ്രീ കേന്ദ്രീയ വിദ്യാലയയിലും കൊല്ലം കുരീപ്പുഴ പുതിയകാവ് സെൻട്രൽ സ്കൂളിലും വന്ദേ മാതരം ആലാപനം നടന്നു. കോഴിക്കോട് ഈസ്റ്റ് ഹിൽ കേന്ദ്രീയ വിദ്യാലയത്തിൽ നടന്ന ആലാപന ചടങ്ങിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കൊപ്പം മേര യുവഭാരത് പ്രതിനിധികളും പങ്കെടുത്തു. ലക്ഷദ്വീപിലും വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടന്നു. കവരത്തി ദ്വീപിൽ സെക്രട്ടേറിയറ്റിൽ നടന്ന പരിപാടിയിൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഉപദേഷ്ടാവ് ഡോക്ടർ ദീപക് കുമാർ മുഖ്യാതിഥിയായി. മറ്റു ദ്വീപുകളിലും ഓഫീസുകൾ കേന്ദ്രീകരിച്ചും പരിപാടികൾ സംഘടിപ്പിച്ചു. രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തെരുവ് നായകൾ പ്രവേശിക്കാതിരിക്കാൻ കർശന നടപടി സ്വീകരിക്കണമെന്ന് സുപ്രീംകോടതി. തെരുവ് നായ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത കേസിലാണ് ഉത്തരവ്. ഇത്തരം ഇടങ്ങളിൽ കഴിയുന്ന തെരുവ് നായകളെ മാറ്റുന്നതിനുള്ള ഉത്തരവാദിത്തം തദ്ദേശ സ്ഥാപനങ്ങൾക്കാണെന്നും കോടതി വ്യക്തമാക്കി. പിടികൂടുന്ന തെരുവ് നായകളെ വന്ധ്യീകരിച്ച് ഷെൽട്ടർ കേന്ദ്രങ്ങളിലേക്ക് മാറ്റണം. പിടികൂടിയ സ്ഥലത്ത് തന്നെ അവയെ വീണ്ടും തുറന്നുവിടരുതെന്നും പരമോന്നത കോടതി ഉത്തരവിട്ടു. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഇതുവരെ ഏകദേശം 19,37,431 പേർക്ക് എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രഥൻ യു കേൽക്കർ. എന്യൂമറേഷൻ ഫോം വിതരണത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുന്നതിന് രാത്രിയിലും BLOമാർ വീട്ടിലെത്തുന്ന നൈറ്റ് ഔട്ട് വിത്ത് BLO ഡെമോക്രസി നെവർ സ്ലീപ്സ് എന്ന ക്യാമ്പയിൻ ആരംഭിച്ചതായും അദ്ദേഹം അറിയിച്ചു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഓപ്പറേഷൻ രക്ഷിത പദ്ധതിയുമായി കേരള പോലീസ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. വർക്കലയിൽ ട്രെയിനിൽ നിന്ന് യുവതിയെ തള്ളിയിട്ട സംഭവത്തിന് പിന്നാലെയാണ് നടപടി. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്. തിരുവനന്തപുരം, എറണാകുളം, പാലക്കാട്, കോഴിക്കോട് എന്നിങ്ങനെ 4 മേഖലകളായി തിരിച്ച റെയിൽവേ DYSPമാരുടെ മേൽനോട്ടത്തിൽ വനിതാ പോലീസ് ഉൾപ്പെടെയുള്ള സേനാംഗങ്ങളെ ഉൾപ്പെടുത്തിയാണ് ഓപ്പറേഷൻ രക്ഷിത പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി സഞ്ചരിക്കുന്ന ട്രെയിനുകളിലും പ്ലാറ്റ്ഫോമുകളിലും പട്രോളിംഗും സ്ത്രീകൾ കൂടുതലായുള്ള കമ്പാർട്ട്മെന്റുകളിൽ പ്രത്യേക പരിശോധനയും നടത്തും. മദ്യലഹരിയിലുള്ള യാത്രക്കാരെ തിരിച്ചറിയുന്നതിനായി ആൽക്കോമീറ്റർ പരിശോധന റെയിൽവേ സ്റ്റേഷനുകളിൽ ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ മുൻ തിരുവാഭരണ കമ്മീഷണർ KS ബൈജു അറസ്റ്റിൽ. കേസിലെ 7ാം പ്രതിയായ ഇയാളെ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. റാന്നി കോടതിയിൽ ബൈജുവിനെ ഇന്ന് ഹാജരാക്കിയേക്കും. ഇതോടെ ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 4ആയി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ ലഭിക്കാതെ രോഗി മരിച്ചെന്ന ആരോപണം ആരോഗ്യ സംവിധാനം തകർന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു.
എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഇത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. അതേസമയം പ്രോട്ടോകോൾ അനുസരിച്ചുള്ള എല്ലാ ചികിത്സയും രോഗിക്ക് നൽകിയിരുന്നതായി മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ വ്യക്തമാക്കി. കോഴിക്കോട് കോടഞ്ചേരി മുണ്ടൂരിൽ ഒരു ഫാമിൽ ആഫ്രിക്കൻ പന്നിപ്പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ മൃഗസംരക്ഷണ വകുപ്പ് നിയന്ത്രണം ശക്തമാക്കി. ഫാം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിലാണ് നിയന്ത്രണം. നിലവിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്ന് അധികൃതർ അറിയിച്ചു. ഇന്ന് ദേശീയ ക്യാൻസർ അവബോധ ദിനം. അർബുദത്തെക്കുറിച്ചുള്ള പൊതു അവബോധം വളർത്തുക, നേരത്തെയുള്ള രോഗനിർണയം എന്നിവയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ എറണാകുളം ബംഗളൂരു റൂട്ട് ഉൾപ്പെടെയുള്ള 4 പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ ഫ്ളാഗ് ഓഫ് ചെയ്യും. എറണാകുളം ബംഗളൂരു കൂടാതെ ബനാറസ്, ഖജുരാഹോ, ലക്നൌ, സഹരൻപൂർ, ഫിറോസ്പൂർ, ഡൽഹി വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളാണ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യുക. എറണാകുളത്ത് നിന്നും ബംഗളൂരു വരെയുള്ള യാത്രാസമയം 2 മണിക്കൂറിലധികമാണ് കുറയുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന് പാലക്കാട് തുടക്കമായി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉമേഷ് NSK മേളയുടെ പതാക ഉയർത്തി. ഔദ്യോഗിക ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി വൈകിട്ട് നിർവഹിക്കും. നഗരത്തിലെ 6 സ്കൂളുകളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. 14 ജില്ലകളിൽ നിന്നായി 8500-ലധികം ശാസ്ത്ര പ്രതിഭകൾ 4 ദിവസത്തെ ശാസ്ത്രോത്സവത്തിൽ പങ്കെടുക്കും. കേന്ദ്ര സർക്കാരിന്റെ കൃഷിയോന്നതി യോജനയുടെ ഭാഗമായി നടപ്പാക്കുന്ന നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ന്യൂട്രീഷൻ മിഷൻ പദ്ധതിക്ക് പാലക്കാട് പട്ടിത്തറ ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയോജിതമായി നടപ്പാക്കുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നെൽകൃഷിക്ക് 10.4 ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. നെല്ലിന്റെ ഉൽപാദനത്തിലൂടെ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത 10 വർഷത്തിൽ താഴെ പഴക്കമുള്ള നെല്ലിനങ്ങളാണ് കർഷകർക്ക് വിതരണം ചെയ്യുന്നത്. സംസ്ഥാനത്ത് നാളെ മുതൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിലെ ആയില്യം മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. വൻ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി രവികുമാർ. ഈ മാസം 12-നാണ് പ്രസിദ്ധമായ ആയില്യം ഉത്സവം നടക്കുന്നത്. ഇതിനു മുന്നോടിയായി കാവിൽ പൂജകളാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ നടക്കുന്നത്. എരിങ്ങാട്ടപ്പള്ളി, ആലക്കോട്, പോളക്കാവ് തുടങ്ങിയ കാവുകളിലെല്ലാം പൂജകൾ പുരോഗമിക്കുകയാണ്. തിങ്കളാഴ്ച പുണർതം നാളിലാണ് കാവിൽ പൂജകൾ അവസാനിക്കുന്നത്. അന്നേ ദിവസം മഹാദീപക്കാഴ്ചയും ഒരുക്കിയിട്ടുണ്ട്. ആയില്യം ഉത്സവം നടക്കുന്ന 12-ന് ആലപ്പുഴ ജില്ലയിൽ പ്രാദേശിക അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സൈനിക് സ്കൂളുകളിൽ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള 6-9 ക്ലാസുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയ്ക്ക് മറ്റന്നാൾ വരെ അപേക്ഷിക്കാം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന പരീക്ഷയ്ക്ക് ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ജനുവരി 18-നാണ് പ്രവേശന പരീക്ഷ. സൂപ്പർ ലീഗ് കേരളയിൽ കണ്ണൂർ വാരിയേഴ്സ് FCയും തൃശൂർ മാജിക് FCയും തമ്മിൽ ഇന്ന് ഏറ്റുമുട്ടും. കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. നിലവിൽ 4 മത്സരങ്ങളിൽ നിന്ന് കണ്ണൂർ വാരിയേഴ്സ് 8 പോയിന്റ് നേടിയിട്ടുണ്ട്. തൃശൂർ മാജിക് FCക്ക് 9 പോയിന്റ് സ്വന്തമാക്കാനായിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 466 പോയിന്റ് താഴ്ന്ന് 82,130-ലും നിഫ്റ്റി 134 പോയിന്റ് കുറഞ്ഞ് 25,375-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ ഇടിവ്. പവന് 400 രൂപ കുറഞ്ഞ് 89,480 രൂപയും ഗ്രാമിന് 11,185 രൂപയുമാണ് ഇന്നത്തെ വില. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുവൈത്ത് സന്ദർശനം തുടരുന്നു. ഇന്ന് കുവൈത്തിലെ മലയാളികളെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. കുവൈത്ത് മൻസുരായിലെ അൽ അറബി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പരിപാടി. കുവൈത്ത് ഉപപ്രധാനമന്ത്രിയുമായി മുഖ്യമന്ത്രി ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വിവിധ മേഖലകളിലെ നിക്ഷേപ സാധ്യതകൾ വിലയിരുത്തുന്നതിനായി പ്രതിനിധി സംഘം കേരളം സന്ദർശിക്കുമെന്ന് കുവൈത്ത് ഉപപ്രധാനമന്ത്രി മുഖ്യമന്ത്രിയെ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികാഘോഷങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. വർത്തമാനകാലത്തെ ആത്മവിശ്വാസത്തിന്റെ പ്രതീകമാണ് വന്ദേ മാതരമെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തെരുവ് നായകൾ പ്രവേശിക്കാതിരിക്കാൻ കർശന നടപടി സ്വീകരിക്കണമെന്ന് സുപ്രീം കോടതി. എറണാകുളം, ബംഗളൂരു ഉൾപ്പെടെ 4 പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന് പാലക്കാട് തുടക്കമായി.
ട്രെയിനുകളിൽ സ്ത്രീ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഓപ്പറേഷൻ രക്ഷിത ഊർജിതമാക്കി കേരള പോലീസ്. സംസ്ഥാനത്ത് നാളെ മുതൽ വ്യാപക മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.